എല്ലാവർക്കും നമസ്തേ. ഇന്ന് ഒരു ട്രഡീഷണൽ മലബാർ സ്പെഷ്യൽ വിഭവമാണ് നെയ്ച്ചോറ് അല്ലെങ്കിൽ ഗീ റൈസ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസിൻ്റെ ഡിഷാണിത്. സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ ഗീ റൈസ് തയ്യാറാക്കാനായിട്ട് കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലോങ് ഗ്രെയിൻ ബസ്മതി റൈസും ഉപയോഗിക്കാം. എങ്കിലും ഇതുപോലെയുള്ള ചെറിയ റൈസാണ് നെയ്ച്ചോറിന് കൂടുതൽ നല്ലത് കേട്ടോ. ഇതുപോലെ 200 ml ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേ ഗ്ലാസ്സിൽ തന്നെ വേണം ബാക്കി എല്ലാ ചേരുവകളും അളന്നെടുക്കാനായിട്ട്. ഇതിന് 2-3 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി വെള്ളം നല്ല ക്ലിയർ ആയി കഴിഞ്ഞാൽ നല്ല വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് മാത്രം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. കൂടുതൽ സമയം വേവിക്കണ്ട കേട്ടോ, കാരണം വേവുമ്പോൾ അരി പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തന്നെയല്ല അരിയുടെ കുക്കിംഗ് ടൈമും ഒക്കെ മാറിപ്പോകും. ഇതിനി മാറ്റി വെക്കാം. ആ ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഒരു ചട്ടിയിൽ വെജിറ്റബിൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായാൽ ഒരു വലിയ സവോള തിന്നായി സ്ലൈസ് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വറുത്ത് കോരാം. ഈ ഒരു സ്റ്റേജിൽ ഈ ഉള്ളി അങ്ങ് കോരി മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് ഒരു പിടി കാഷ്യൂ നട്ട്സ് ഇട്ട് വറുത്ത് കോരാം. 2 ടേബിൾ സ്പൂൺ കിസ്മിസും ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ഇഞ്ച് നീളത്തിലുള്ള പട്ടയുടെ കഷ്ണം, 10 ഗ്രാമ്പൂ, 1 സ്റ്റാർ അനീസ് അല്ലെങ്കിൽ തക്കോലം, 6 ഏലക്ക ഒന്ന് ചതച്ചതാണ്. ഇത്രയും മസാല ചേർത്ത് മൂത്ത് നല്ല മണം വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി 2 അല്ലി മാത്രം മതി വെളുത്തുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കൂടി പോകണ്ട കേട്ടോ. ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ആ നെയ്യിലൊന്ന് മൂപ്പിക്കാം. എല്ലാം കൂടി മൂത്ത് നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു ബേ ലീഫും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിനി കൂടുതൽ മൂക്കണ്ട, ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞു വന്നാൽ മതി. നമ്മൾ ബിരിയാണിക്കൊന്നും മറക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ആ നെയ്യിലൊന്ന് ഉള്ളി മൂത്ത് വരണം, അത്രേ വേണ്ടൂ. ഇതിനി ഒരു ക്യാരറ്റിൻ്റെ 1/4 ഭാഗമാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ട് വഴണ്ടാൽ കുതിർന്ന് അരി വെള്ളം മാറ്റിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നെയ്യിൽ കിടന്ന് റൈസ് ഒന്ന് വരണ്ട് വരണം. ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കണം. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസിലേക്ക് നെയ്യുടെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഇനി ഒരു നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 3 ഗ്ലാസ് വെട്ടി തിളയ്ക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ബാക്കി 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഒരു തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സമയത്ത് ഉപ്പ് കുറച്ചൊന്ന് കൂടി നിൽക്കണം കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. നന്നായി ഒരു തിള വരണം. തിള വന്നാൽ അടച്ചു വെച്ച് 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. 7 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി നോക്കാം. ഇതാ കണ്ടില്ലേ, റൈസ് ഓൾമോസ്റ്റ് കുക്ക്ഡാണ്. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടി ഈ സമയത്ത് പുറത്തായിട്ട് ചേർത്ത് കൊടുക്കാം. വറുത്ത കാഷ്യൂ നട്ട്സും കിസ്മിസും കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മാറ്റി വെക്കാം ഫൈനൽ ഗാർണിഷിങ്ങിനായിട്ട്. വറുത്ത ഉള്ളിയും കുറച്ച് ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്കാക്കണം. ആ ഒരു സമയം കൊണ്ട് റൈസൊക്കെ നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാകും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റിയും ഫ്ലേവർഫുള്ളുമായിട്ടുള്ള നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. വെന്തങ്ങ് കുഴയാൻ പാടില്ല, നല്ല വിട്ട് തന്നെ കിടക്കണം നെയ്ച്ചോറിൻ്റെ ആ ഒരു ചോറ്. ഇതിനി സെർവ് ചെയ്തെടുക്കാം. നോൺ വെജ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല ചിക്കൻ കറി അല്ലെങ്കിൽ നാടൻ ചിക്കൻ ഫ്രൈ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു വെജിറ്റേറിയൻസിനാണെങ്കിൽ ദാൽ ഫ്രൈ ആണ് ഇതിനൊരു നല്ല കോമ്പിനേഷൻ. കൂട്ടത്തിലൊരു ലൈം ജ്യൂസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോംബോ ആണ്. നല്ല ആവി പറക്കുന്ന നെയ്ച്ചോറാണ്, നിങ്ങൾക്കും കഴിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടിപൊളി സ്വാദാണ്.
തേങ്ങാപ്പാലിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ റൈസിന് നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ മലബാർ സ്പെഷ്യൽ നെയ്ച്ചോറ് നിങ്ങളും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കറി വിത്ത് അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ അമ്മയുടെ എല്ലാ റെസിപ്പീസും ഈ ചാനലിൽ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഞങ്ങളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പം മറ്റൊരു റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും സി യു, ടാറ്റ, ഗുഡ് ബൈ.